ആലപ്പുഴയിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ അടിയന്തര ഘട്ടങ്ങളുണ്ടായാൽ നേരിടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായതായി മന്ത്രി എം ലിജു. മുന്നൊരുക്കങ്ങളിൽ ജില്ലാ ഭരണകൂടം കൃത്യമായ ജാഗ്രത പുലർത്തുന്നുണ്ടെന്നും ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും സർക്കാർ ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ജില്ലയിൽ മഴക്കെടുതിയും കടൽക്ഷോഭവും നേരിട്ട പ്രദേശങ്ങൾ, ദുരിതാശ്വാസ ക്യാമ്പുകൾ, തോട്ടപ്പള്ളി സ്പിൽവേ എന്നിവ സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. കടലാക്രമണമാണ് അമ്പലപ്പുഴയുടെ ചില പ്രദേശങ്ങളിൽ വളഞ്ഞൊഴിയുടെ പടിഞ്ഞാറൻ മേഖലയിലും കാക്കാഴം മേഖലയിലും ഉണ്ടായിട്ടുള്ളത്, പാൽക്കുളങ്ങര മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. പല വീടുകളും ഇവിടെ പൂർണ്ണമായിട്ട് തകർന്നിരിക്കുകയാണ്. നിലവിൽ 2 ക്യാമ്പുകൾ, ഒന്ന് പാൽക്കുളങ്ങരയിലും മറ്റൊന്ന് അല്ലമീൻ സ്കൂളിലും ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ക്യാമ്പുകൾക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും സർക്കാർ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇവിടെ ശാശ്വതമായ പരിഹാരം കാണാൻ ആവശ്യമായ ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. രാവിലെ ബഹുമാന്യരായ MP ശ്രീ കെ സി വേണുഗോപാലും അമ്പലപ്പുഴ MLA ശ്രീ ജി സുധാകരനും സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. രാവിലെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ ഞാൻ രാവിലെ ജനപ്രതിനിധികളുടെ മീറ്റിംഗ് വിളിച്ചു ചേർത്ത് അതിനകത്ത് കളക്ടർ ഉൾപ്പെടെ ആലപ്പുഴയിൽ 2 MPമാരും. നിലവിൽ ജില്ലയിലാകെ 13 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. നിരീക്ഷിച്ച് വരികയാണ്. കടലാക്രമണം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ നമ്മളത് സ്ഥിതിഗതിയിൽ പരിശോധിച്ച് അതിനാവശ്യമായ പരിഹാര നടപടികൾ, ഈ പ്രദേശത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും.